പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്തിയതായുള്ള സൂചന വരുന്നു. ത്രാൽ കോക്കനാഗ് വനമേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിയതായാണ് വിവരം. പ്രദേശത്ത് സൈന്യവും കശ്മീർ പോലീസും തിരച്ചിൽ ഊർജിതമാക്കി. അതേസമയം കുപ്വാരയിലും പൂഞ്ചിലും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. വിവരങ്ങളുമായി ആദിൽ പാലോടും നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആദിൽ പാലോടിലേക്ക്. ആദിൽ പാലോട്, പഹൽഗാമിൽ വീണ ചോരയ്ക്ക് കണക്ക് തീർക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. ബൈസരൺ വാലിയിൽ നിന്ന് എവിടേക്കാണ് ഈ ഭീകരർ പോയി മറഞ്ഞത് എന്നത് ഇതിനകം തന്നെ സ്പോട്ട് ചെയ്തിരിക്കുന്നു എന്നാണോ ഇപ്പോൾ വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും സുജയ, അങ്ങനെ തന്നെയാണ്. ഇന്നലെ പ്രധാനമന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ആ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കുമെന്ന്. അതിൻ്റെ തുടർച്ചയായി തന്നെ ഇന്ന് പുലർച്ചെ മുതൽ വരുന്ന വാർത്ത, ഈ 5 ദിവസത്തിനിടെ 4 തവണ ഭീകരരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് സൈന്യം പോയി എന്നുള്ളതാണ്. ഞാൻ ഈ പെഹൽഗാമിലാണുള്ളത്. പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന ബൈസരൺ വാലിക്ക് സമീപമുള്ള ചില മലമ്പ്രദേശങ്ങളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, ഭീകരാക്രമണത്തിന് പിന്നാലെ അടുത്തുള്ള കാട്ടിലേക്ക്, പൈൻമരക്കാടുകളിലേക്ക് മറഞ്ഞ ഭീകരരെ പിടികൂടുന്നതിൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയുണ്ട്. വർഷങ്ങളോളമുള്ള പരിശീലനങ്ങൾക്ക് ശേഷമാണ് ചെങ്കുത്തായ മലനിരകളിൽ കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലൊക്കെ ഒളിക്കാനുള്ള ഒരു പരിശീലനത്തിന് ശേഷമാണ് ഭീകരാക്രമണത്തിന് പുറപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചാൽ പോലും, ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പരിശോധിച്ചാൽ പോലും കൃത്യമായി വ്യക്തമായി കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു പൈൻമരക്കാടുകളാണ് ഈ പഹൽഗാമിന് സമീപത്ത്, കാശ്മീരിൻ്റെ തെക്കൻ കാശ്മീരിൽ പല മേഖലയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി ഇക്കാര്യത്തിൽ നേരിടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ കൂടി 5 ദിവസത്തിനിടെ 4 തവണയാണ് വനമേഖലയിൽ ഭക്ഷണം തേടിയും മറ്റും ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഇവർ എത്തി എന്നുള്ള വിവരം സൈന്യം പുറത്തുവിടുന്നത്. ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ പലപ്പോഴും വെടിവയ്പുണ്ടായി എന്ന റിപ്പോർട്ടുമുണ്ട്. ഏറ്റുമുട്ടൽ തെക്കൻ കാശ്മീരിലെ വനമേഖലയിലാണ്. ആദ്യം ഭീകരരെ കണ്ടത് അനന്ത്നാഗിലാണ് സുജയ. പിന്നീട് കുൽഗാം വനമേഖലയിലും ഭീകരരെ സൈന്യത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അവരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി. 5 ദിവസത്തിനിടെ 4 തവണ കണ്ടു എന്നുള്ള വിവരം സൈന്യം പങ്കുവയ്ക്കുന്നു. കുൽഗാമിൽ വെച്ച് വെടിവയ്പുണ്ടായി. തെരച്ചിൽ ഊർജിതമാക്കി സൈന്യവും കശ്മീർ പോലീസും ഇപ്പോഴും വനമേഖലയിൽ തുടരുകയാണ്. പഴുതടച്ച തെരച്ചിലാണ്. വനമേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഭീകരാക്രമണത്തിനു ശേഷം പെഹൽഗാമിന് തൊട്ടടുത്തുള്ള ഈ ബൈസരൺ വാലിക്ക് സമീപത്തുള്ള പൈൻമരക്കാടുകളിലേക്കാണ് ഒളിച്ചു മറഞ്ഞത് ഈ ഭീകരർ. അതിനു പിന്നാലെ തന്നെ CRPFും ജമ്മു കാശ്മീർ പോലീസും തിരിച്ചിരുന്നു. ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ഭീകരർക്ക് പിന്നാലെ തന്നെയുണ്ട്. ഏത് സമയവും ജീവനോടെയോ അല്ലാതെയോ ഭീകരരെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് സൈന്യം പങ്കുവയ്ക്കുന്നത് സുജയ.